US-ഇറാൻ സംഘർഷത്തിന് അന്ത്യമാകുന്നു. ഇറാൻ US കരാറിന് സാധ്യത. ട്രംപിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുന്നു. ഇതാണ് ഇറാൻ US സംഘർഷത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, യുദ്ധം എസ്കലേറ്റ് ആയി പോകുന്ന രീതിയിലേക്ക് വീണ്ടും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വാറിലേക്ക് പോകുന്ന സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ബന്ദർ അബ്ബാസിലേക്ക് രണ്ടിലധികം പ്രാവശ്യം അമേരിക്കൻ അറ്റാക്ക് വരുന്നു. റിട്ടാലിയേഷൻ എന്നുള്ള നിലയ്ക്ക് ഏകദേശം നാലോളം ഡ്രോണുകളെ കുവൈത്തിലേക്കും അതേപോലെ തന്നെ അമേരിക്കൻ ഷിപ്പുകൾക്ക് നേരെ ഇറാനും അയക്കുന്നു. അപ്പോ ഇങ്ങനെ ഈ കാര്യങ്ങൾ എസ്കലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത് എന്നുള്ളതാണ്. ഏകദേശം 60 ദിവസത്തെ ഒരു വെടിനിർത്തലിലേക്കാണ് ഇപ്പോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കാലയളവില് ഇറാൻ ഹോർമോസ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുകയും ഹോർമോസിൽ നിന്നും കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ യാതൊരു തരത്തിലുള്ള ഫൈനോ ഒന്നും ഈടാക്കാതിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു കാലയളവില് യുറേനിയം സമ്പുഷ്ടീകരണം നടത്താണ്ടിരിക്കുക പോലുള്ള കാര്യങ്ങളും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇറാന് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരും എന്നുള്ളതും ഇതിനകത്ത് ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ശാശ്വതമായിട്ടുള്ള ഒരു ധാരണയിലേക്കോ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്കോ കാര്യങ്ങൾ എത്തിയെന്ന് ചോദിച്ചാൽ ഇല്ല, ഇപ്പോഴും അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല. 60 ദിവസത്തെ വെടിനിർത്തലിലേക്ക് മാത്രമാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആ കാലയളവിലേക്ക് മാത്രമാണ് ഇറാൻ ഈ ഹോർമൂസിനെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ വരുന്നത്. എന്നാൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല. വിദേശത്തുള്ള ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇറാന് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ എന്തെങ്കിലും തീരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ ഇതിലൊന്നും തീരുമാനമില്ല. പക്ഷേ ഇപ്പൊ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പെട്രോൾ സ്പൈക്കും അതേപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിന്റെയൊക്കെ സ്പൈക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടായേക്കുന്ന ഹൈക്കിന് ഒരു ആശ്വാസമാവും ഈ ഒരു കരാറ്. ആ 60 ദിവസത്തെ വെടിനിർത്തലില് വീണ്ടും ചർച്ചകൾ നടത്തി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് പോവുക എന്നതാണ് ഇപ്പോ പുറത്തു വരുന്ന വാർത്ത. ഇത് ഇറാൻ അധികൃതരെ ഏകദേശം സമ്മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറാൻ അധികൃതരെ ഏകദേശം ഈ കരാറിനോട് ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. ഇനി ഈ കരാറിന്റെ ഭാവി എന്ന് പറയുന്നത് ട്രംപിന്റെ കയ്യിലാണെന്നാണ് പറയുന്നത്. അക്കൂട്ടത്തിലാണ് ട്രംപ് വേറൊരു കാര്യം പോസ്റ്റ് ചെയ്തത്. എല്ലാ കാർഡുകളും അമേരിക്കയുടെ കയ്യിലാണ്, അതുകൊണ്ട് അമേരിക്കക്ക് പെട്ടെന്നോ അല്ലെങ്കിൽ അമേരിക്കക്ക് ധൃതി പിടിച്ചൊരു കരാറിലേക്ക് പോവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രംപിന്റെ പ്രസ്താവനയും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ എസ്കലേഷനിലേക്ക് പോകുന്നു. പെരുന്നാളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ അറബ് ഇസ്ലാമിക് ലോകം എന്ന് പറയുന്നത് ഇപ്പൊ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആയതുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ അതിന്റെ റിട്ടാലിയേഷൻ എന്നുള്ള നിലയ്ക്ക് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഈ കുവൈത്തിലേക്കോ ഖത്തറിലേക്കോ ഒന്നും ഇതുവരെ ഇറാൻ ചെയ്യാണ്ടിരിക്കുന്നത്. കാരണം അതിപ്പോ ഇറാൻ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് കുറയുന്നതിലും അതിന് എഗെയിൻസ്റ്റ് ആവുന്നതിൽ ഒരു രീതിയിലേക്കും കാര്യങ്ങൾ മാറും എന്നുള്ള കാര്യത്തില് ഇറാന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ അത് ഇറാൻ ഇപ്പൊ കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ സപ്പോർട്ടിനെ ഇല്ലാണ്ടാക്കുക എന്ന ഒരു കാര്യം കൂടെ മുൻകൂട്ടി വെച്ചിട്ടാണ് അമേരിക്ക ബേസിക്കലി ഇറാനെ പോയി ഇപ്പോ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ആ പ്രകോപനത്തിലൂടെ ഇറാൻ വീണ്ടും അറ്റാക്കിലേക്ക് കൊണ്ടുവരിക. അത് ഈ പറയുന്ന പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് ലോകത്തിന് മേലെ ഇറാൻ ആക്രമണം നടത്തുക. അതിലൂടെ ഇറാൻ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതും കൂടെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് മാത്രമല്ല, കരാറ് നടപ്പിലാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ
നിങ്ങൾക്കൊരു വോയിസും ഇല്ല, അമേരിക്കക്ക് മാത്രമാണ് വോയിസ്, ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഒപ്പിടുക എന്നുള്ള ഒരു കാര്യത്തിൽ ഇറാനെ പ്രഷറൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടാക്ടിക് കൂടെ ബേസിക്കലി ഈ പറയുന്ന അറ്റാക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിവേ ഇപ്പൊ ഒരു കരാറിലേക്ക് എത്തുന്നു എന്ന ഒരു ന്യൂസ് ആണ് വരുന്നത്. ഇതേ ന്യൂസ് നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ കേട്ടതാണ്. കരാറിലേക്ക് എത്തുന്നു, ഒരു സമാധാന ഉടമ്പടിയിലേക്ക് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ട് നമ്മൾ മുന്നേ കണ്ടതാ. പക്ഷെ ട്രംപ് ഏകപക്ഷീയമായിട്ട് അതിന് പിന്മാറുന്നതാ നമ്മൾ കണ്ടേ. പക്ഷെ അന്ന് ട്രംപിനോട് പലതരത്തിലുള്ള ചോദ്യങ്ങള് ലോകത്തിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കരാറിൽ നിങ്ങൾ ഒപ്പിടുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് മാങ്ങാണ്ടിക്കാണ് നിങ്ങൾ അവിടെ പോയി യുദ്ധം ചെയ്തത്? ഇത്രയും നാളത്തെ ഉപരോധം എന്തിനു നടത്തി? എന്തിന് അമേരിക്കൻ പട്ടാളക്കാരെ ഈ പേർഷ്യൻ ഗൾഫിൽ ചൂണ്ടയിടാൻ പറഞ്ഞു വിട്ടു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങള് അമേരിക്കക്ക് നേരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്ത്, ട്രംപിന്റെ ഏറ്റവും വലിയ ചങ്ക് നെതന്യാഹു ആ ഒരു കാര്യത്തിൽ ഇടഞ്ഞു നിൽക്കുകയും അതേ സമയം തന്നെ ലെബനോണിന് മേലെയുള്ള നെതന്യാഹുവിന്റെയും ടീമിന്റെയും ഡയപ്പർ ടീമിന്റെയും അറ്റാക്ക് അത് ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതും കൂടെ കാണണം. കാരണം നെതന്യാഹു അതിന് തുരങ്കം വെക്കാനാണ് ബേസിക്കലി അതിലൂടെ ശ്രമിച്ചത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇറാൻ ഒരു കരാറിലേക്ക് പോകുമ്പോ ഇറാന്റെ കാര്യം മാത്രമല്ല ഇറാൻ പറയുന്നത്, അവിടെ ഇറാൻ ലെബനോനെയും കൂടെ ചേർക്കുന്നുണ്ട് എന്നുള്ളത് കാണണം. അപ്പൊ ലെബനോനിൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു കാരണവശാലും ഇറാൻ ഒരു ചർച്ചയിലേക്കോ ഒരു കരാറിലേക്കോ എത്തില്ല എന്നുള്ള കാര്യത്തിൽ നെതന്യാഹുവിന് ഉറപ്പുണ്ട് എന്നുള്ളതും കൂടെ അതിന്റെ കൂട്ടത്തിൽ കാണണം. അപ്പൊ അങ്ങനെ ഇത് മുന്നോട്ട് പോകുമ്പോഴാണ് ഏകപക്ഷീയമായിട്ടുള്ള മറ്റൊരു പിന്മാറ്റം ഇവിടെ സംഭവിക്കുന്നത്. അതായത് ധൃതി പിടിച്ച് പെട്ടെന്ന് ഒരു കരാറിലേക്ക് എത്തേണ്ട ആവശ്യമില്ല, എല്ലാ കളിയുടെ കംപ്ലീറ്റ് കൺട്രോളും അമേരിക്കയുടെ കയ്യിലാണ് എന്നുള്ള ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. അതോടുകൂടെ രംഗം വീണ്ടും വഷളായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി ഇതിനെ തുരങ്കം വെക്കുന്ന അടുത്ത ഏത് പ്രസ്താവന, എന്ത് നടപടി ഈ ബുദ്ധിശൂന്യനായിട്ടുള്ള ആ ഒരു പ്രസിഡന്റിന്റെ അടുത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോ ലോകം മുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുക്കളകളിലേക്ക് ഗ്യാസ് എത്തുമോ, പെട്രോളിന് കൂടിയിട്ടുള്ള പൈസ കുറയുമോ, ഈ കാര്യങ്ങളെല്ലാം നമ്മളെ നേരിട്ട് ബാധിച്ചു തുടങ്ങി. ഇതെല്ലാം നമ്മുടെ ഒരു ചോദ്യം കൂടെ മാറുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കരാറ് വരുന്നതും ഹോർമോസിലൂടെ പഴയ പടി എണ്ണ ടാങ്കറുകളും ഗ്യാസ് ടാങ്കറുകളെല്ലാം ഒഴുകാനും പോകുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാം ഫൈനൽ വേർഡ് വരുന്നത്, ഇതിന്റെ എല്ലാം ഈ കാര്യങ്ങളുടെ എല്ലാം സുഗമമായ നടത്തിപ്പ് യഥാർത്ഥത്തില് ട്രംപിന്റെ കയ്യിലാണെന്നുള്ളതാണ് പറയാനുള്ളത്.